ജിത്തു എനിക്ക് 25 ദിവസവും 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ആണ്. അപ്പോൾ നമ്മൾ 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാൻ അകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആരും കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പൊതുവെ വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതിലെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നതും. വോക്കൽസ് ഇങ്ങനെ പറഞ്ഞ പോലെ ഓരോ പാട്ടിൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല ഈ പാട്ട് ആൽബത്തിൽ. പിന്നെ പാട്ടപ്പിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന ഓരോ ആൾക്കാരെ തപ്പും. ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാട പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബാസിയുടെ ജാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മഞ്ഞുമല്ല് വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം ഇതിൽ നോക്കുമ്പോൾ ഡബ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ്? ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റെയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. അതാണ് കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്തു. ബാസി ഇതേപോലെ സുഷിന്റെ പടത്തിൽ പാടണം എന്ന് ചോദിച്ച് ഇതിന് മുന്നേ ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ബാസി പറഞ്ഞു അമരേട്ടന്റെ പടത്തില് അമരേട്ടനോടൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, ഒരു പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇന്നും സുഷിനോട് ചോദിക്കാറുണ്ടോ ബാസി? അതെ, എനിക്ക് അവന്റെ ജാട ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി എന്ന് പറഞ്ഞപ്പോ അങ്ങ് പാടിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും പഠിപ്പിക്കും.